അങ്ങനെ ഒരു പ്രിയ കലാകാരനും കൂടി നമ്മെ വിട്ട് പിരിഞ്ഞു പോയിരിക്കുകയാണ് അല്ലെ. ദ വൺ ആൻഡ് ഓൺലി ലെജൻഡ് സലീം കുമാർ. ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ കഴിഞ്ഞൊരു 3-4 വർഷത്തിനുള്ളിൽ നമ്മുടെ ചെറുപ്പക്കാരൻ ധന്യമാക്കി എത്ര കലാകാരന്മാരാണ് വിട പറഞ്ഞു പോയിട്ടുള്ളത് അല്ലെ. നാളെ നമ്മളും ഇതേപോലെ വിട പറയും. എന്ത് തന്നെയായാലും സലീം കുമാർ അതൊരു 1.5 മുതൽ തന്നെയാണ് മക്കളെ. ഇനി ആരൊക്കെ വന്നാലും പോയാലും മൂപ്പർക്ക് പകരാവൂല. അത് അങ്ങനെ ഒരു സാധനമാണ് അല്ലെ. എത്ര നമ്മളെ ചിരിപ്പിച്ചിരിക്കുന്നു. എനിവേ, ഞാൻ ഇൻട്രോട്ട് പോരടിപ്പിക്കാത്ത നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഏത് ന്യൂസ് ചാനൽ എടുത്തു നോക്കി കഴിഞ്ഞാണെങ്കിലും ഏത് ഓൺലൈൻ മീഡിയ എടുത്തു നോക്കി കഴിഞ്ഞാലും അവിടെ എല്ലാം സലീം കുമാറിനെ കുറിച്ചുള്ള വാർത്തകളാണ് അല്ലെ. എല്ലായിടത്തും ചർച്ചകൾ സലീം കുമാറിനെ കുറിച്ച് തന്നെയാണ്. അതുപോലെ തന്നെ ഈ സലീം കുമാറിന്റെ മരണാനന്തര ചടങ്ങുകളൊക്കെ നടക്കുന്ന സമയത്ത് അവിടെ മാധ്യമങ്ങളും വൻ രീതിയിൽ തിങ്ങി നിറഞ്ഞിട്ടുണ്ടായിരുന്നു. മാധ്യമങ്ങൾ മാത്രമല്ല, ഒരുപാട് സാധാരണക്കാരും സെലിബ്രിറ്റീസ് ഒക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതെല്ലാം നിയന്ത്രണങ്ങൾക്ക് അപ്പുറമായ സമയത്ത് സലീം കുമാറിന്റെ മകനായിട്ടുള്ള ചന്തു മാധ്യമങ്ങളോട് തട്ടിക്കയറുന്ന ഒരു വീഡിയോ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വൻ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. പലരും ഇതിനോടൊക്കെ ആ ക്ലിപ്പ് കണ്ടു കാണും. ഇനി കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഞാൻ ആ ക്ലിപ്പ് ഒന്ന് കാണിച്ചു തരാം. ചന്തു ചന്തു പാവം ആ പയ്യന് മുഖം കണ്ടാൽ തന്നെ മനസ്സിലാക്കാം അല്ലെ. ആ പയ്യന് കൺട്രോൾ വിട്ട് നിൽക്കാണ്. തന്റെ എല്ലാമായി അച്ഛനാണ് മുന്നിൽ മരിച്ചു കിടക്കുന്നത്. അവനൊന്നും മര്യാദയ്ക്ക് അച്ഛനെ നോക്കി പൊട്ടിക്കരയാൻ പോലും പറ്റുന്നില്ല. കാരണം ചുറ്റും മീഡിയാസ് വന്ന് നിറഞ്ഞിരിക്കുകയാണ്. മീഡിയാസ് വരുന്നതും ഫൂട്ടേജ് എടുക്കുന്നതും ഒക്കെ പോട്ടെ, അതൊക്കെ നല്ലത് തന്നെയാണ്. നമ്മളെപ്പോലുള്ള ജനങ്ങൾക്ക് ഇവരുടെ മരണാനന്തര ചടങ്ങുകൾ കാണിച്ചു തരുന്നത് നല്ലൊരു സേവനം തന്നെയാണ്. പക്ഷെ എല്ലാറ്റിനും ഒരു പരിധി ഉണ്ട് അല്ലെ. ഇവിടെ മീഡിയയുടെ അതിപ്രസരമാണ്. ഇവരങ്ങ് തള്ളിക്കേറി പോലീസുകാർക്ക് മര്യാദയ്ക്ക് ആദരവ് പോലും കൊടുക്കാൻ പറ്റുന്നില്ല ഈ പറയുന്ന സലീം കുമാറിന്. ആ ലെവലിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയപ്പോൾ ചന്തു കൺട്രോൾ ഇട്ടോടെ പെരുമാറിയത്. ഒരിക്കലും നമുക്ക് ആ പയ്യൻ അങ്ങനെ ചെയ്തതിൽ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല അല്ലെ. അങ്ങനെ തന്നെ ചെയ്യണം. ഇവന്മാരത് ചീത്ത പറഞ്ഞാൽ പോരാ, ആട്ടി ഓടിക്കണം. അമ്മാര് വൃത്തിയായിട്ട് പരിപാടിയാണ് കാണിച്ചു വെച്ചേക്കുന്നത്. അല്ലെങ്കിൽ ഒരു മരണാനന്തര ചടങ്ങ് നടക്കുന്ന സമയത്ത് അവിടേക്ക് ഇങ്ങനെ തള്ളി കയറി വന്ന് വെറുപ്പിക്കാന്ന് പറയുന്നത് ഇവന്മാരുടെ രക്തത്തിൽ പണ്ടേ അലിഞ്ഞു പോയതാണ്. നമ്മൾ തന്നെ ഇത്തരം വിഷയങ്ങളിൽ എത്രയോ ഇവരെ വിമർശിച്ചിരിക്കുന്നു. ഓരോ സെലിബ്രിറ്റി മരിക്കുമ്പോഴും ഇവർ തന്നെ ചെയ്തുകൊണ്ടിരിക്കും. ഓരോ സെലിബ്രിറ്റി മരിക്കുമ്പോഴും നമ്മൾ ഇവരെ വിമർശിച്ചുകൊണ്ടേയിരിക്കും. ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു മാറ്റവും ഇല്ല. എത്ര വിമർശിച്ചിട്ട് എന്താ കാര്യം? ഇവര് വീണ്ടും ഇതേ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു അന്തവും ഒന്നും ഇല്ലാത്ത കുറെ മീഡിയകൾ ഇഷ്ടമാണ്. പക്ഷെ എന്നെ ഇവിടെ ചൊടിപ്പിച്ചത് മറ്റൊന്നുമല്ല, ഈ ഫൂട്ടേജിനൊക്കെ താഴെ വന്ന ചില കമന്റുകളാണ്. മെജോറിറ്റി ഓഫ് കമന്റുകളും, ഐ മീൻ 70% കമന്റുകളും ഇവിടെ ചന്തുവിന് സപ്പോർട്ടായിട്ടുള്ള കമന്റുകളാണ്. അത് ഞാൻ സമ്മതിച്ചു തന്നു. പക്ഷെ ചില കമന്റുകൾ അതിനെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. അവർക്ക് 2 കൊടുക്കാതെ എനിക്കൊരു സമാധാനം കിട്ടൂല. നമുക്ക് എന്തായാലും ചില കമന്റുകൾ ഒന്ന് വായിച്ചു നോക്കാം. എടോ, നിന്റെ അച്ഛനോട് നിന്നെ പോലെ സ്നേഹമുള്ളവരാണ് ഒരു നോക്ക് കാണാൻ തിക്കും തിരക്കും കൂട്ടി ചുറ്റും കൂടി നിൽക്കുന്നത്. ദൂരെ നിന്നൊരു നോക്ക് കാണാൻ ആഗ്രഹമുള്ളവർക്ക് കണി കാണാൻ വേണ്ടിയാണ് ചാനലുകാർ നിൽക്കുന്നതും. ഇതിനൊക്കെ കാരണക്കാരായവർ ജനങ്ങളാണെന്നുള്ള കാര്യം നീ മറക്കരുത് മോനെ, സമാധാനപ്പെടൂ. എന്ത് ജനങ്ങളോ? സംഭവമൊക്കെ ശരിയാണ്. സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയൊക്കെ തന്നെയാണ് മീഡിയാസ് അവിടെ എത്തിയിട്ടുള്ളത്. പക്ഷെ എന്ന് കരുതി ഒരു മരണാനന്തര ചടങ്ങ് നടക്കുമ്പോൾ ഇങ്ങനെ തിക്കും തിരക്കും കൂട്ടിക്കഴിഞ്ഞാണെങ്കിൽ മിണ്ടാതിരിക്കണോ? ജനങ്ങളെ കാണിക്കാൻ വേണ്ടി വന്ന മീഡിയ അല്ലെന്നും പറഞ്ഞിട്ട് അവിടെ കൈയും കെട്ടി മിണ്ടാതെ കുത്തിരിക്കണോ? അല്ല, അറിയാത്തോണ്ട് ചോദിക്കുകയാണ്. പറയുന്നതിനൊരു ലോജിക്ക് വേണ്ടേ? ഇങ്ങനെ കുറെ പെടലുകൾ ഇഷ്ടം. അടുത്ത കമന്റ് അയച്ചു നോക്കാം. തീരെ മോശം പ്രവൃത്തിയാണ് ഇവൻ ചെയ്തത്. വളരെ മോശം. അയക്കു ചെറുക്കൻ തന്തയേക്കാൾ മോശം. എന്ത് മോശം? ഇങ്ങനെ ഒരു അവസ്ഥയിൽ പ്രതികരിച്ചതാണോ ഈ മോശം അഹങ്കാരം എന്നൊക്കെ നിങ്ങൾ പറയുന്നത്? എല്ലാം എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരാൾ മരിച്ചു കിടക്കുന്ന സമയത്ത് മീഡിയാസ് വന്ന് ഇമാതിരി തോന്നിയവസം കാണിക്കുമ്പോൾ കൈ കെട്ടി മിണ്ടാതിരിക്കണമായിരിക്കും അല്ലെ. അപ്പൊ അവൻ നല്ലവനാണ്. പ്രതികരിച്ചാൽ അവൻ അഹങ്കാരിയും. അല്ലെങ്കിലും ആളുകൾക്ക് പണ്ടേ ഉള്ളതാണ്, സെലിബ്രിറ്റി പട്ടം കിട്ടിയോ അല്ലെങ്കിൽ സെലിബ്രിറ്റി പട്ടം കിട്ടിയ ആളുകളുടെ മക്കളാണോ അവരെന്തെങ്കിലും വിഷയത്തിൽ പ്രതികരിച്ചു കഴിഞ്ഞാണെങ്കിൽ അപ്പൊ അവരെ അഹങ്കാരികളാക്കി മാറ്റും. ഇവിടെ ഒന്നും പക്ഷെ പ്രതികരിക്കണം എന്ന് വിചാരിച്ച് പ്രതികരിച്ചൊന്നുമല്ല, അങ്ങ് റിഫ്ലക്സിൽ വന്നു പോയതാണ് ചന്തുവിന്റേത്. ഈ ഒരു അവസരത്തിൽ ചന്തു എന്നല്ല, അച്ഛനോട് സ്നേഹമുള്ള ഏതൊരു മകനാണെങ്കിലും ഇങ്ങനെയൊക്കെ പ്രതികരിക്കത്തുള്ളൂ. ഓൾറെഡി ആ പയ്യൻ അങ്ങ് ഇല്ലാണ്ടായി നിൽക്കാണ്. അതിന്റെ ഇടയിൽ കൂടി ഈ മാധ്യമങ്ങളുടെ വെറുപ്പിക്കലും കൂടി ആവുന്ന സമയത്ത് ഇങ്ങനെ അല്ലാണ്ട് പിന്നെ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? ഇവിടെ ചന്തുവിന്റെ സ്ഥാനത്ത് ഒരു സാധാ മനുഷ്യനായിട്ട് നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കൂ. അല്ലെങ്കിൽ നിങ്ങളായിട്ട് തന്നെ നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കും. നിങ്ങൾ ഇങ്ങനെ പൊളിഞ്ഞു നിൽക്കുന്ന സമയത്ത് നിങ്ങളെ ബാക്കിൽ വന്ന ഒരാൾ തിക്കും തിരക്കും കൂട്ടി കഴിഞ്ഞാണെങ്കിൽ നിങ്ങൾക്ക് പൊളിയില്ലേ? നിങ്ങൾ തിരിഞ്ഞു നിന്ന് 4 തെറിയോ അറിയൂലേ? അത്രേ ഇവിടെ ചെയ്തിട്ടുള്ളൂ. ആ ലെവലിൽ ഇതിനെ കണക്കൂട്ടിയാൽ മതി. എന്താന്നാ അവരങ്ങ് പ്രതികരിക്കുമ്പോഴേക്കും അവനൊരു അഹങ്കാരിയായില്ലേ. ഇനി അടുത്തൊരാൾ കമന്റ് ഉണ്ട്, നീണ്ട കമന്റ് ആണെന്ന് വായിച്ചു തരാം. ജനങ്ങൾ കൈതകളായിട്ട് ഇവരെ പടങ്ങൾ തിയേറ്ററിൽ വന്ന് നമ്മുടെ പൈസ കൊടുത്ത് നമ്മൾ കണ്ടു. ഇവരെ തീറ്റിപ്പോറ്റി വളയുണ്ടാക്കിയ അതിന്റെ ഉച്ചിഷ്ടം നിന്ന് ഇവനെ പോലെ ഇവരുടെ മക്കളെ പോലെ വളർന്നു വന്നിട്ട് പിന്നെ ഒരു നോക്ക് കാണണം എന്ന ആഗ്രഹമുള്ളവരെ കൊണ്ടുവന്ന് ജനങ്ങളെ കാണിക്കുമ്പോൾ ഇവരുടെ മക്കൾ പട്ടി കുരക്കുമെന്നോണം കുരയ്ക്കുന്നു. ഇതുകൊണ്ടാണ് പറയുന്നത് ജനങ്ങൾ കൈതകളാണ്. കുറച്ചൊന്നുമല്ല അഹങ്കാരമുള്ളത്, കുറച്ച് കൂടുതലാണ് അഹങ്കാരം ഇവനെ പോലുള്ളവർക്ക്. ചന്തുവിനെ പട്ടീനൊക്കെ വെച്ചാണ് ഉപമിച്ചേക്കുന്നത്.
ഇയാളൊക്കെ ഉണ്ടല്ലോ, ഞാൻ പറയുന്നില്ല. ഇങ്ങനെയൊക്കെ കമന്റ് ഇടേണ്ട ആവശ്യം എന്താണ് അല്ല, എനിക്ക് മനസ്സിലാവുന്നില്ല. അതിന് മാത്രം അവിടെ ഇപ്പൊ എന്താ സംഭവിച്ചത്? കുറച്ചെങ്കിലും സിറ്റുവേഷൻ മനസ്സിലാക്കി കമന്റ് ഇടാൻ പഠിക്കണം. കമന്റ് ബോക്സ് ഉണ്ടെന്ന് കരുതി എന്ത് തോന്നിയ ദിവസം വിളിച്ചു പറയാമെന്ന് കരുതരുത്. ഇയാൾ പറഞ്ഞേ കേട്ടില്ലേ, ജനങ്ങൾ കഴുതകൾ, ജനങ്ങൾ തീറ്റിപ്പോറ്റിയ പൈസ കൊണ്ട് ഇവനൊക്കെ തടിച്ചു കൊഴുത്തു വന്നിട്ട് ജനങ്ങൾക്ക് നേരെ കുറിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യം എന്താണ് അല്ല, എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ കമന്റ് ഇട്ട ആളെ വീട്ടിൽ നാളെ ആരെങ്കിലും ഒക്കെ മരിക്കല്ലോ, അന്നേരം താനൊക്കെ പഠിച്ചോളൂ. ഇനി അടുത്തൊരു എന്റെ പൊന്നു മോൻ, ഇതൊക്കെ ഭാഗ്യമായി കരുതാൽ. എത്ര പേര് ആരും കാണാൻ വരാതെ വെറുതെ കൊണ്ടടിക്കുന്നു. അതിൽ കുറച്ചൊക്കെ സിനിമാ ഫീൽഡിലും ഉള്ളവരുണ്ട്. ഒന്ന് വന്ന് കാണാൻ പോലും മനസ്സ് വരാത്തവരെ ചടങ്ങ് നടത്തണം. അതൊക്കെ ആവശ്യമുണ്ട്. വന്നവരെ ആരും മോന്റെ വീട്ടിൽ സദ്യ ഉണ്ണാൻ വന്നവരല്ല. നീ ജനിക്കുന്നതിന് മുമ്പ് അറിയാത്തവരെ സ്നേഹിതരും പിന്നെ കുറച്ച് അറിയാത്തവരൊക്കെയാണ്. അവരെ വീണ്ടും കാണേണ്ട. ജീവിക്കുമ്പോൾ ആരും ഇങ്ങനെ വരാറില്ല. മരിക്കുമ്പോൾ കണ്ണടിക്കുന്നത് കൊണ്ട് അവർക്ക് നമ്മളെ കാണാനും പറ്റുന്നില്ല. സൗമ്യമായി ഒച്ച കുറച്ച് മോന് പറയാമല്ലോ. അതെ, മെല്ലെ പറയാം. അതെ, ഒന്ന് മാറി ഇങ്ങനെ പറയാം. എന്തേ ഇത്ര ഒച്ച കുറച്ചാൽ മതി? ചേച്ചി ഒരു പാരഗ്രാഫ് ആയിട്ട് ഇറങ്ങിയേക്കുവാണ് ഉപദേശിക്കാൻ. ബാക്കിയുള്ള വെച്ച് നോക്കാം. അതും സ്വന്തം അച്ഛനല്ലേ മരിച്ചത്, പോലീസ് ഉണ്ട്, അവരോട് പറഞ്ഞാൽ പോരെ, അധികാരം കാണിക്കാതെ പറയാമായിരുന്നു. എന്ത് പറയാൻ, പോലീസുകാർക്കൊക്കെ നിയന്ത്രിക്കാവുന്നതിൽ അപ്പുറം എത്തി നിൽക്കാണ് കാര്യങ്ങൾ. അവിടെ ആകെയുള്ളത് കുറച്ച് പോലീസുകാർ മാത്രമാണ്. അവിടെ തടിച്ച് കൂടെ മീഡിയസ് ആണെങ്കിൽ അതിന് 10 ഇരട്ടിയുണ്ട്. അവരൊക്കെ എങ്ങനെ പോലീസുകാരെ നിയന്ത്രിക്കാനാണ്? അല്ലെങ്കിലും ആ പയ്യന് ചെയ്തതിന് എന്താണ് തെറ്റ്? ഈ ഉപദേശിക്കുന്ന ആള് നാളെ കുടുംബത്തിൽ ആരെങ്കിലും ഒക്കെ മരിക്കുന്ന സമയത്ത് അവിടെയും ചെന്ന് ഉപദേശം നടത്തണം കേട്ടോ. അല്ലാണ്ട് ഇങ്ങനെ സെലിബ്രിറ്റീസിന്റെ മക്കളെ മാത്രം അല്ല, ഞാനൊന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. വല്ലാത്തൊരവസ്ഥ തന്നെ അല്ലെ. ഒരു സിവിക് സെൻസ് ഇല്ലാത്ത കുറെ മാധ്യമങ്ങളും അതിനത്ര തന്നെ ബോധമില്ലാത്ത കുറെ ഇവരൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഇവിടെ സെലിം കുമാറിന്റെ മകൻ മാത്രമല്ല കേട്ടോ. അവിടേക്ക് സെലിം കുമാറിനെ കാണാമെന്ന മുഖ്യമന്ത്രി ആയിട്ടുള്ള വി ഡി സതീശനും മാധ്യമങ്ങളോട് തട്ടിക്കയറുന്നുണ്ട്. മാറി നിൽക്കാൻ ഞാൻ ആണെങ്കിൽ ആ ക്ലിപ്പ് ഒന്ന് കാണിച്ചു തരാം. അതാണ് അവിടത്തേക്ക് സെലിം കുമാറിനെ കാണാമെന്ന് വി ഡി സതീശന്റെ കൺട്രോൾ വരെ പോയി. അപ്പൊ പിന്നെ ചന്തുവിന്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ആരാലും ഇങ്ങനെയൊക്കെ പ്രതികരിച്ചു പോകും. പക്ഷെ ഇതിനേക്കാൾ എനിക്ക് ദുഃഖം തോന്നിയത് ഈ വി ഡി സതീശൻ പ്രതികരിക്കുന്ന വീഡിയോക്ക് താഴെ പോലും വി ഡി സതീശനെ കളിയാക്കിക്കൊണ്ടുള്ള കമന്റുകളാണ്. ഞാൻ ചില കമന്റുകൾ വായിച്ചുതരാം. ഓവർ ഷോ മാത്രം, ഒരു വിലയുമില്ലാത്ത തോൽവി മുഖ്യമന്ത്രി, വെറും പൂക്കി ജനകീയ നടനല്ലേ പൂക്കി മന്ത്രി. ഇങ്ങനെയുണ്ട് കുറെ കമന്റ്. എന്താ ഇതിനൊക്കെ പറയാ അല്ലേ? ഇവിടെ എന്ത് ഓവർ ഷോ ആണ് ഈ പറഞ്ഞ? നിങ്ങൾ തന്നെ പറ. ഈ ഒരു അവസരത്തിൽ ഇങ്ങനെ പ്രതികരിച്ചതോ? ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഇനിയും ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ ക്ലിപ്പുകൾ. ഈ പറയുന്ന വി ഡി സതീശൻ സെലിം കുമാറിനെ കാണാൻ വേണ്ടി പോകുന്ന സമയത്ത് വയല് വെച്ച് ഒരുത്തനും ഈ പറയുന്ന വി ഡി സതീശന് പൊന്നാടിടാൻ നോക്കുന്നുണ്ട്. ഞാൻ ആ ക്ലിപ്പ് ആണ് ഒന്ന് നോക്കണേ നിങ്ങൾ. മരണ വീട്ടിൽ പോലും പൊന്നാടിടാൻ വേണ്ടി തിക്കും തരും. എന്താ ഇതിനൊക്കെ പറയാ? ഇത്രയും ബോധമില്ല ഇവന്മാർക്കൊന്നും. അവിടെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നത് ഓൺലൈൻ മീഡിയാസ് മാത്രമല്ല കേട്ടോ, ഒരുപാട് സാധാരണക്കാരും അവിടേക്ക് ഒഴുകി എത്തിയിട്ടുണ്ട്. സെലിം കുമാറിന് ഒരു നോക്ക് കാണണം എന്നുള്ള രീതിയിൽ എത്തിയ ആൾക്കാരുണ്ട് കുറെ. അവരെ നമുക്കൊന്നും പ്രത്യേകിച്ച് പറയാനില്ല. പക്ഷെ കുറെ എണ്ണം ഓൺലൈൻ മീഡിയാസിനെ പോലെ തന്നെ മൊബൈൽ ഫോണും തൂക്കി പിടിച്ച് വരുന്നുണ്ട്. ഒരുപാട് സെലിബ്രിറ്റീസ് വരുന്ന ഒരു സ്ഥലമാണല്ലോ അത്. ഇത്തരം സെലിബ്രിറ്റീസിന്റെ മരണം വരുന്ന സമയത്ത് ഒരുപാട് സെലിബ്രിറ്റീസ് അപ്പൊ അവരെയൊക്കെ കാണാനും ഒരു ഫോട്ടോ എടുക്കാനും ഒക്കെയുള്ള ഒരു അവസരമാണല്ലോ. അത് മുതലാക്കി കുറെ അവിടെ എത്തിയിട്ടുണ്ട്. അവരോടൊക്കെ എന്ത് പറയാനാണല്ലേ? അത് അങ്ങനെ കുറെ ഇഷ്ടം. എന്തായാലും അങ്ങനെ പോകുന്ന കാര്യങ്ങൾ എന്തായാലും അതവിടെ കിടക്കട്ടെ. ഇനി നമുക്ക് സെലിം കുമാറുമായി ബന്ധപ്പെട്ട് മറ്റു ചില കാര്യങ്ങളെ കുറിച്ച് കൂടി പറയേണ്ടതുണ്ട്. നമുക്കറിയാം, ഒരു കരകളഞ്ഞ കോൺഗ്രസ്സുകാരനാണ് ഈ പറയുന്ന സെലിം കുമാർ. അത് സെലിം കുമാർ പറയാൻ പറ്റാവുന്ന വേദികളിലൊക്കെ വന്നിരുന്നു ഞാനൊരു കോൺഗ്രസ്സുകാരനാണെന്നുള്ള കാര്യം. അതുപോലെ തന്നെ കമ്മികളെയും ഒരുപാട് തവണ ഈ പറയുന്ന സെലിം കുമാർ വിമർശിച്ചിട്ടുമുണ്ട്. സെലിം കുമാറിന്റെ ഏതൊരു ഇന്റർവ്യൂ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഒട്ടുമിക്ക ഇന്റർവ്യൂകളിലും തന്നെ കോൺഗ്രസ് അനുഭാവിത്വം സെലിം കുമാർ പറയാറുണ്ട്. അതെന്തുകൊണ്ടും സെലിം കുമാറിന് എടുത്തു പറഞ്ഞ ഒരു പോസിറ്റീവ് വശമാണ്. തന്നെ രാഷ്ട്രീയം എപ്പോഴും വെട്ടി തുറന്ന് പറഞ്ഞൊരു സ്വഭാവക്കാരനാണ് ഈ പറയുന്ന സെലിം കുമാർ. എവിടെയൊക്കെ തനിക്ക് രാഷ്ട്രീയം പറയാനുള്ള വേദികൾ കിട്ടാറുണ്ടോ അവിടെയൊക്കെ ചെന്ന് പുള്ളിക്കാരൻ രാഷ്ട്രീയം പ്രസംഗിക്കാറുമുണ്ട്. ഈ സമയങ്ങളിലെല്ലാം പുള്ളിക്കാരൻ കമ്മ്യൂണിസ്റ്റുകാർക്ക് നല്ലൊരു കൊട്ട് കൊടുക്കാറുമുണ്ട് അല്ലെ? അത് മൂപ്പരുടെ രക്തത്തിൽ അലിഞ്ഞു പോയതാണെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ മൂപ്പർ ഒരു യുക്തിവാദിയും കൂടിയാണ്. മതങ്ങളെയും ആശാൻ ഒരുപാട് വിമർശിച്ചിട്ടുണ്ട്. പിന്നെ അവസാന കാലഘട്ടങ്ങളിൽ മൂപ്പർ ഒരു മാതാ അമൃതാനന്ദമായി ഫാനൊക്കെ ആയി മാറിയിട്ടുണ്ടായിരുന്നു. അത് കാരണമുണ്ടല്ലോ മൂപ്പര് ചികിത്സ നേടിയത് അമൃത ഹോസ്പിറ്റലിലാണ്. അന്നേരം യുക്തിവാദിയായിട്ടുള്ള മൂപ്പര് മാതാ അമൃതാനന്ദമായുടെ മഠത്തിൽ പോവുകയും പുള്ളിക്കാരുടെ ഒരു ബടാ ദോസ്തായി മാറുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പല വിമർശനങ്ങളും പുള്ളിക്കാരൻ അതെന്തോ ആയിക്കോട്ടെ. എന്തായാലും ഒരു കരകളഞ്ഞൊരു കോൺഗ്രസ്സുകാരനാണ് സെലിം കുമാർ എന്നതിൽ യാതൊരു സംശയവും വേണ്ട അല്ലെ? ഈ സെലിം കുമാറിന്റെ അവസാന കാലഘട്ടങ്ങളിൽ പറവൂരിൽ വി ഡി സതീശൻ അവിടേക്ക് പ്രചാരണ പരിപാടിക്കൊക്കെ ഈ പറയുന്ന സെലിം കുമാർ പോയിട്ടുണ്ടായിരുന്നു. അവിടേക്ക് ചെന്ന് മൂപ്പര് കമ്മ്യൂണിസ്റ്റുകാർ നല്ല കൊട്ടല് കൊട്ടിയിട്ടുമുണ്ടായിരുന്നു. ഞാൻ മൂപ്പര് കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇട്ട് കൊട്ടുന്ന ഒരു വീഡിയോ ഞാൻ കാണിച്ചുതരാം. രണ്ട് കഥകൾ പറഞ്ഞിട്ട് ഞാൻ പോയിക്കോളാം. 2-3 കഥകൾ പറഞ്ഞിട്ട് ഞാൻ പോയിക്കോളാം. ഞാൻ ഒരു 5-6 മാസം മുമ്പ് ഒരു മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം കണ്ടു. അപ്പൊ അതിൽ പറയുന്നത് അദ്ദേഹത്തിന്റെ ബന്ധുവാണോ സുഹൃത്താണോ എന്ന് ഞാൻ മറന്നുപോയി. സുഹൃത്തിന്റെ മകൻ അമേരിക്കയിൽ നിന്ന് വന്നു. അമേരിക്കയിൽ നിന്ന് വന്നിട്ട് പറഞ്ഞു,
കേരളം കണ്ടപ്പോ ആ പയ്യൻ പറഞ്ഞു, കേരളം ഇത് എന്തൊരു മാറ്റമാണ്, അമേരിക്ക പോലും തോറ്റു പോകുമെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് സംശയം, ഈ പയ്യൻ ആരായിരിക്കും, എവിടെ ഉണ്ടാവും ഇപ്പൊ പയ്യൻ? അങ്ങനെ ഞാൻ ഈ പയ്യൻ അന്വേഷിച്ചിരുന്നു. എനിക്ക് പയ്യനെ കാണാൻ പറ്റി. നമ്മുടെ ഉളമ്പാറുള്ള മാനസിക ആശുപത്രിയിലായിരുന്നു. കാരണം ഞാൻ അച്ഛനോട് ചോദിച്ചു, എന്താ ഇവിടെ കൊണ്ടൊക്കെ എടുത്ത്? അല്ല, സലീമിന് അറിയാലോ, 2-3 പ്രാവശ്യം സലീം അമേരിക്കയിൽ വന്നതല്ലേ. അപ്പോ ഈ കേരളം കണ്ടിട്ട് അമേരിക്ക എന്ന് പറയാൻ അപ്പൊ തന്നെ അവന് കുഴപ്പമുണ്ടെന്ന് മനസ്സിലായി. അതിന്റെ പേരിലാണ് ഞാൻ ഇവിടെ ഇപ്പൊ പോയിട്ടോ, കണ്ണക്കടിപ്പിച്ച് പോയി, ആള് പോയി. പിന്നെ അതൊരു 2 ആഴ്ചയായിട്ടുള്ളൂ, 1 ഒരു മാസമായിട്ടുള്ളൂ. വേറെ ഒരു വാർത്ത വന്നത്. വാർത്തയെന്ന് വെച്ചാൽ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞത്. അപ്പോ പി രാജീവ് അദ്ദേഹത്തോട് എന്ന് പറഞ്ഞു, ഒരു വ്യവസായി വന്നിട്ട് കേരളത്തിൽ പണം മുടക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ മുഖ്യമന്ത്രി കഴിച്ചു വളരെ നിസ്സാരമല്ല, പൈസ മുടക്കാൻ വേണ്ടി വന്നെയെന്ന് ചോദിച്ചു. അങ്ങനെ ഈ വ്യവസായി വന്നു. ഈ വ്യവസായിക്ക് പേരില്ലട്ടോ, പേര് പറയില്ല പുള്ളി. പയ്യനും പേരും അഡ്രസ്സൊന്നുമില്ല, വ്യവസായിക്കും പേരും അഡ്രസ്സൊന്നുമില്ല. അപ്പൊ ആ വ്യവസായി വന്നു. അപ്പൊ എത്ര രൂപയാണ് മുടക്കാൻ ഉദ്ദേശിക്കുന്നത്? 3 ലക്ഷം കോടിയാണെന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി ഞെട്ടി, മുഖ്യമന്ത്രി ഞെട്ടിയിട്ട് എന്താണ് കേരളത്തിന് 3 ലക്ഷം കോടി മുടക്കുന്നത് എന്താണെന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം വ്യവസായ സൗഹൃദം, ലോകത്ത് ഇത്രയുള്ള ഒരു സ്ഥലം ലോകത്ത് എങ്ങുമില്ല, ആന്തൂർ സാധനെ പോലുള്ളവരൊക്കെ എങ്ങനെയാണ് നിങ്ങൾ സഹായിച്ചത്? അപ്പോ ഇത് കേട്ടപ്പോ ഞാൻ വീണ്ടും ഇയാളെ അന്വേഷിച്ചു. അയാൾ അന്വേഷിച്ചു ചെന്നപ്പോ അയാള് നമ്മുടെ പയ്യൻ കിടന്നില്ലേ, അതിന്റെ ഇപ്പുറത്തെ വാർഡിൽ. അങ്ങനെ ഇല്ലാത്ത കഥകള്. അപ്പൊ ഡോക്ടർ പറയാണ്, മൂലമറ്റൊന്നുള്ള പവർ വെച്ച് ഷോക്ക് കൊടുത്തിട്ട് തീർന്നില്ല, ഇനി കഠിനം കൊടുത്തുനിന്ന് മറ്റേ താപനിലയിൽ നിന്ന് വൈദ്യുതി വന്നാൽ ഇയാളുടെ ഇത് ഭ്രാന്തി മാറണമെന്ന് പറയാം. അങ്ങനെ ഓരോ ദിവസം തോറും ഓരോ തള്ളു. കായിക മന്ത്രിയുടെ പേരിൽ വേറൊരു തള്ളു. നിങ്ങളൊക്കെ കേട്ട് കാണും, മെസ്സി വരും കേട്ടോ, മെസ്സി ഇവിടെ വരും, കലൂർ സ്റ്റേഡിയത്തിൽ വരും. കലൂർ സ്റ്റേഡിയത്തിൽ വന്നിട്ട് കൈരൻ ടിവിയിൽ കോമഡി ഷോ അവതരിപ്പിക്കും. അങ്ങനെ പല ഇതുണ്ടായിരുന്നു. അവിടെ പണിയുന്നു, ഇവിടെ പണിയുന്നു. അപ്പോ മെസ്സി ഇവിടെ ഇന്ത്യയിൽ വരികയും ചെയ്തു. ആന്ധ്രാപ്രദേശിൽ വന്ന്, ബോംബെയിൽ വന്ന്, ഡൽഹിയിൽ വന്നു. അപ്പൊ ഞാൻ മെസ്സിനോട് ചോദിച്ചു, മെസ്സി എന്താണ് കാരണം താൻ ബോംബെയിൽ വന്നു, ഹൈദരാബാദിൽ വന്ന്, ഡൽഹിയിൽ വന്ന്, ഞങ്ങളുടെ കേരളത്തിൽ വരാൻ എന്താണ്? അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, ചേട്ടാ വേറൊന്നും വിചാരിക്കരുത്, കേരളീയരോട് ഒരു ദേഷ്യമില്ല. എനിക്ക് 8 ബാലൻഡർ പുരസ്കാരമുണ്ട്. ബാലൻഡർ പുരസ്കാരം അറിയാലോ, ലോകത്തിലെ ഏറ്റവും മികച്ച ഫുട്ബോളർക്ക് കൊടുക്കുന്ന പുരസ്കാരമാണ്. അത് 8 സ്വർണ്ണ പന്തുകളാണ്. അയ്യപ്പ സ്വാമിയുടെ സ്വർണം കെട്ടി എന്റെ ബാലന്റെ പുരസ്കാരം വെറുതെ വെക്കൊന്ന് ചേർന്ന് തോന്നുന്നുണ്ട? അങ്ങനെയൊക്കെ ചെയ്യാൻ ചേട്ടാ മറ്റാരുണ്ട് എനിക്കല്ലാതെ. അപ്പൊ മെസ്സിയോട് നിങ്ങൾക്കൊന്ന് തോന്നരുത്. നല്ല കൊട്ടാണല്ലേ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇട്ട് കൊടുത്തേക്കുന്നത്. സംഭവം കട്ടച്ചാലയാണുള്ളത് പറയാലോ, പക്ഷെ മൂപ്പര് നല്ല ശൈലിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് അല്ലേ. ആ അവതരണം കൊണ്ട് സംഭവം കട്ടച്ചാലയാണെങ്കിലും കണ്ടിരിക്കാൻ രസമുണ്ട്. എന്തായാലും ഈ വീഡിയോ വൈറലായെന്ന് പറഞ്ഞാൽ നല്ലോണം അങ്ങോട്ട് വൈറലായി. ഇതോടെ ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാണെങ്കിൽ പല കമ്മ്യൂണിസ്റ്റുകാരും മൂപ്പര് ഒരു മുഖ്യ ശത്രുവായിട്ടൊക്കെ പ്രഖ്യാപിച്ചു. പിന്നെ ഈ സെലിംകുമാർ എന്ത് ചെയ്താലും പറഞ്ഞാലും ഈ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ വന്ന് മൂപ്പര് തെറി വിളിക്കാൻ തുടങ്ങി. എന്തിനു പറയുന്നു, ഈ സെലിംകുമാർ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മരിക്കുന്നതിന് തൊട്ട് മുമ്പേ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കൈരളി ന്യൂസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രമുഖ നടൻ സെലിംകുമാർ ആശുപത്രിയിൽ എന്ന് പറഞ്ഞു. അതിന് താഴെ വന്ന ചില കമന്റുകൾ എന്റെ അമ്മ അസഹനീയമാണ്. ചില കമന്റുകൾ ഞാൻ വായിച്ചുതരാം. കേരളത്തെ പിടിച്ചു കുലുക്കിയ വെള്ളപ്പൊക്ക കാലഘട്ടങ്ങളിൽ ഇവനും ഇവന്റെ കുടുംബത്തിനും സംരക്ഷണം കൊടുക്കാനും സുരക്ഷിത സ്ഥാനത്തിന് ഇവരെ എത്തിക്കാനും ഇവന്റെ വീട് വൃത്തിയാക്കാനും ആ നാട്ടിലെ CPM-കാരും DYFI-കാരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ഇവൻ തന്നെ പലവട്ടം പറഞ്ഞതാണ്. സഹായിച്ചവരെ തിരിച്ചു സഹായിച്ചില്ലെങ്കിലും ഉപകാരം ഉണ്ടായില്ലെങ്കിലും ആ പ്രസ്ഥാനത്തെ അതിന്റെ നേതാക്കളെ അപമാനിച്ച് സംസാരിച്ച ഇവന്റെ മനസ്സുണ്ടല്ലോ, അതേ മനസ്സോടു കൂടി പറയുന്നു, ഇവൻ ജീവിച്ചാലും ചത്താലും എനിക്ക് മൈരാണ്. ഇങ്ങനെ പറയാൻ പാടില്ലെന്ന് ബോധമുണ്ട്, ഇങ്ങനെ സംസാരിക്കാനും ഇങ്ങനെ എഴുതാനും പാടില്ലെന്ന് ബോധമുണ്ട്. പക്ഷെ പൊതുസമൂഹത്തിൽ പുലർത്തേണ്ട ചില മാന്യതകൾ ഇവൻ പുലർത്താത്ത കാലത്തോളം ഇവനോട് യാതൊരുവിധ മാന്യതയും എനിക്ക് വേണ്ട എന്ന ബോധ്യത്തോടുകൂടി ഏറ്റവും വൃത്തികെട്ട എഴുത്ത് തന്നെ എഴുതുകയാണ്. ഒരാൾ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ തന്നെ എഴുതണം മാതിരി എഴുത്ത് കേട്ടോ. എന്തായാലും മോനെ, നിന്റെ എഴുത്തിനേക്കാളും മാന്യതയുണ്ട് സെലിംകുമാറിന്റെ വാക്കുകൾക്ക്. ഒരാൾ അവശനായി കിടക്കുമ്പോൾ ഇമാതിരി തോന്നിയവാസം പറയണമെന്നുണ്ടെങ്കിൽ നിന്നെ കൊണ്ടൊക്കെ ഇങ്ങനെ പറ്റത്തുള്ളൂ. ഇങ്ങനെ കമ്മികളെ പറയിപ്പിക്കാതെടാ, അല്ലെങ്കിലേ ചീത്തപ്പേരാണല്ലോ നിങ്ങൾക്ക്. ഇനി ഇങ്ങനെയും കൂടി പറഞ്ഞിട്ട് അങ്ങോട്ട് ചീത്തപ്പേര് കൂട്ടിക്കളാം. കഴിഞ്ഞില്ല, അർത്ഥം വെച്ച് നോക്കാം. കഴിഞ്ഞ 2 ആഴ്ച ആശുപത്രികളിൽ നിന്ന് വരുന്ന വാർത്തകൾ അത്ര ശുഭകരമല്ല. ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വേളയിൽ ഒരു നടൻ എന്ന നിലയിൽ ഇവന്റെ പ്രകടനം ഒരു മൂന്നാംകിട രാഷ്ട്രീയക്കാരന്റെയും കടത്തിവിട്ടുന്ന അത്ഭുതപ്പെടുത്തുന്ന പ്രകടനമായിരുന്നു. ഈ അവസരത്തിൽ പറയുന്നത് ശരിയാണോ എന്നറിയില്ല, പിന്നിൽ നിന്നും കുത്താൻ അറിയില്ല, അതുകൊണ്ടാണ് മുന്നിൽ.
ഓ സന്തോഷം. ഈ അവസരത്തിലും കുത്താൻ നിങ്ങൾ മറക്കുന്നില്ലല്ലോ, അതെന്നെ വലിയ കാര്യം. അടുത്ത കമന്റ് അയച്ചു നോക്കാം. പരമനാറി, ഒരു കലാകാരൻ ഏതറ്റം വരെ താഴുമെന്ന് കാണിച്ചവർ. പ്രാധാന്യമില്ലാത്ത വാർത്ത കൊടുത്ത് കൈരളി തരം താഴരുത്. ഇതിലെന്താണ് പ്രാധാന്യമില്ലായ്മ? സെലിംകുമാർ ഹോസ്പിറ്റലായി എന്ന് റിപ്പോർട്ട് ചെയ്തതാണോ പ്രാധാന്യമില്ലായ്മ? ഓ, കൈരളി എന്ന് പറയുന്നത് കമ്മികളുടെ ചാനലാണല്ലോ. അപ്പൊ കമ്മികളുടെ ചാനലിൽ സെലിംകുമാറെ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പാടില്ലല്ലോ. അടുത്ത കമന്റ് അയച്ചു നോക്കാം. അവസാന നാളിൽ കുറെ വെറുപ്പ്, കുറച്ച് ചാണകം കലക്കിക്കൊടു, എല്ലാ സൂക്കേടും മാറും. കാലം കാത്തു വെച്ച് കെട്ടിക്കൊണ്ട് ഇരിക്കാതെ സെലിംകുമാരൻ അങ്ങ് കൊല്ലടേ. മലയാള സിനിമക്കാരുടെ മരണം ജനാധിപത്യത്തിൽ അനിവാര്യമാണ്. അതുകൊണ്ട് ഹോസ്പിറ്റലിൽ സെലിംകുമാറിനെ കൊല്ലണം പോലും. രാഷ്ട്രീയം തലക്ക് പിടിച്ചവന്മാർക്ക് പറയുന്നത് നോക്ക് നിങ്ങൾ. സെലിംകുമാറിനെ കൊല്ലണം പോലും. വെറുതെ ഈ രാഷ്ട്രീയക്കാരൊക്കെ മനസാക്ഷി ഇല്ലാത്തവരാണെന്ന് പറയുന്നത്. അല്ല, മനുഷ്യന്മാരുടെ കയ്യും കാലൊക്കെ വെട്ടിട്ടാണല്ലോ ഇവർ ഈ നിലയിലെത്തിയത്. അപ്പൊ ഇവർക്ക് ഇവരെ മനസാക്ഷി തൊട്ടി തീണ്ടിയിട്ടുണ്ടാവില്ല. പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു ജീവൻ ഇല്ലാതാക്കുക എന്ന് പറഞ്ഞ ഇവർക്ക് പൂ പറിക്കുന്ന ലാഘവമാണ്. അങ്ങനെയുള്ള ആളുകൾ ഒരാളുടെ മരണം ആഗ്രഹിക്കുന്നതിൽ നമുക്ക് പ്രത്യേകിച്ച് അവരങ്ങനെയാണ്, അത് അവരുടെ രക്തത്തിൽ അരിഞ്ഞു പോയതാണ്. ബാക്കിയുടെ അയച്ചു നോക്കാം. സെലിംകുമാറിനെ കൊല്ലാൻ പറയുന്നത് സിനിമാക്കാരുടെ ദൈവചരത്ത RS ആണ്. എത്രയും പെട്ടെന്ന് സെലിംകുമാറിന്റെ മരണ വാർത്തകളിൽ നിറഞ്ഞല്ലോ. നിനക്ക് സന്തോഷമായില്ലടാ ചെറ്റെ, സെലിംകുമാർ മരിച്ചിരിക്കുന്നു. ഇതിന് വലിയ സന്തോഷം ഇനി നിനക്ക് കമ്മി മൊണ്ണേ. എന്റെ വായിൽ വേറെ എന്തൊക്കെയാണ് വരുന്നത്. തൽക്കാലം ഞാൻ അതൊന്നും പറയുന്നില്ല. എന്തൊരു വൃത്തികെട്ട മനോഭാവമാണ് ഇതെല്ലാം, അല്ലേ? എന്തായാലും ഇത്രയും ആഴ്ചക്ക് നമ്മളെ തൊട്ടു മുമ്പ് സെലിംകുമാർ ഒരു പ്രസംഗം കാണിച്ചല്ലോ, കമ്മികൾക്കെതിരെയുള്ള പ്രസംഗം. അന്ന് അങ്ങനെ ഒരു പ്രസംഗം നടത്തിയത് കാരണം ഒരുപാട് കമ്മികൾ സെലിംകുമാറിന് ശത്രുക്കളായി മാറി എന്നും നമ്മൾ പറഞ്ഞു. അത് കാരണം അന്നേ സെലിംകുമാർ ഒരുപാട് തെറിവിളികൾ കേട്ടിട്ടുണ്ടായിരുന്നു, ജീവിച്ചിരിക്കുന്ന കാലത്തെ കേട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അന്ന് കുറെ തെറിവിളികൾ വന്ന സമയത്ത് സെലിംകുമാർ അതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് വീണ്ടും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും അന്ന് സെലിംകുമാർ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്നും കൂടെ ഒന്ന് കേട്ടു. ശ്രീ VD സതീശന്റെ ഒറ്റ പ്രചരണത്തോടുകൂടി, ഒരു സ്റ്റേജ് പരിപാടിയോടുകൂടി ഈ പ്രചരണം അവസാനിപ്പിക്കണം എന്ന് ആഗ്രഹിച്ച ഒരാളാണ്. അപ്പൊ എന്തൊരു പ്രസംഗം കയറി അങ്ങോട്ട് വൈറലായി. ആ മെസ്സിയുടെ കാര്യം പറഞ്ഞ പ്രസംഗം. അപ്പൊ അത് കണ്ട് സഹാക്കക്ക് കുരുപെട്ടാൻ തുടങ്ങി. എന്റെ ഓൺലൈനിൽ എന്നെ എവിടെ കാണുന്നോ അവിടെയൊക്കെ തെറിവിളിക്കാൻ തുടങ്ങി. എന്നെ മാത്രമല്ല, ഒന്നും അറിയാത്ത എന്റെ മോനെയും അവർ തെറിവിളിക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു, അത് കുഴപ്പമില്ല, അത് അവരുടെ സ്വഭാവം, അവര് ശീലിച്ചു. പറഞ്ഞ കറക്റ്റ് ആണ്. അവര് ശീലിച്ചതേ പാലിക്കൂ. കണ്ടില്ലേ, സെലിംകുമാർ മരിച്ചിട്ടും അവരുടെ ആ ശീലം അവർക്ക് മാറ്റാൻ അവിടെ വന്നിട്ട് അവർ തെറി വിളിക്കാം. ഇതൊക്കെ സെലിംകുമാർ ജീവിച്ചിരിക്കുന്ന കാലത്ത് പറഞ്ഞ കാര്യമാണ്. അത് അക്ഷരാർത്ഥത്തിൽ തന്നെ ഇവിടുത്തെ കമ്മികൾ പാലിച്ചു എന്നുള്ളതാണ്. എന്തായാലും കൊള്ളാം. ബാക്കി ഇട്ടോക്കാം. നന്മയൊന്നും അവരിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. അങ്ങനെ സമാധാനം. പിന്നെ എന്റെ ഫോട്ടോ ഓൺലൈനിൽ ഇട്ടിട്ട് ഒരു പോസ്റ്ററിലേക്ക് ഇട്ടിട്ട് ഇന്റുമാർത്തിട്ടേക്കണം. ഇവന്റെ പടം ഇനി കാണില്ല, ഇവൻ പറയുന്ന തമാശക്ക് ഇനി ചിരിക്കില്ല. എന്റെ പൊന്നു മോനെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, സഹാക്കളോട് പറയാനുള്ളത്, മായാവി എന്ന സിനിമയിലെ ഡയലോഗാ. ഇതൊക്കെ എന്ത് ഒന്നും കൂടി പറയാം, പോടാ. അത്രക്ക് മറുപടി മാത്രമേ എനിക്ക് ഇവരോട് പറയാനുള്ളൂ. പിന്നെ വേറൊരു പേജ് ഞാൻ നോക്കിയപ്പോ ഒരു അരിപ്പൂട്ട് വെച്ചിട്ട് ഇന്റു ഇട്ടേക്കണം. ഇനി ഈ പൂട്ട് നമ്മൾ തിന്നില്ല. കാരണം എന്താണ്, രമേശ് പിഷാരടി പുട്ടിന്റെ പരസ്യത്തിലിട്ടത് അരിപ്പൂട്ടുള്ള പരസ്യം. അതുകൊണ്ട് നമ്മൾ ഇനി അരിപ്പൊടി കൂട്ടി പുട്ടുണ്ടാക്കില്ല. അത്രക്ക് ലോലന്മാരവരാ. അപ്പൊ അവരെ വെറുതെ വിട്ടേക്കാം. പിന്നെ ഞാൻ രാത്രി ഒന്നും പറയില്ല, ഇന്നലെ എന്റെ പേരിൽ കേസ് എടുത്തേക്കാം. അപ്പൊ പല TV-കാരും വന്നേക്കണത് അതെന്താന്ന് അപ്പൊ അവരോട് പറഞ്ഞേക്കാം. എനിക്ക് വേറെ അത് ഇന്നലെ എന്റെ പേരിൽ കേസ് എടുത്തിട്ടുണ്ട് ഇവര്. ഞാൻ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഇങ്ങനെ മാനസിക വൈകല്യമുള്ളവരെ കളിയാക്കിക്കുന്നുണ്ട്. ഞാൻ ആരെയും കളിയാക്കിയിട്ടില്ല, ഒരു വ്യക്തിയെയോ ഒരു സ്ഥാപനത്തെ ഒന്നും കളിയാക്കിയിട്ടില്ല. കാരണം ഊളംപാറ എന്നൊരു ആശുപത്രി ഇല്ല. പിന്നെ 2 വ്യക്തികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ആ വ്യക്തികളും ഇല്ല. ഒരു പയ്യനും പിന്നെ ഒരു വ്യവസായി. മുഖ്യമന്ത്രി പറഞ്ഞതാണ്, ഒരു പയ്യൻ വന്ന് അമേരിക്കയിൽ നിന്നിട്ട് ഓക്കെ, അതാണ് ഈ സെലിംകുമാർ മരിച്ചിട്ട് തെറി വിളിക്കുന്നവന്മാർക്കൊക്കെ ഉള്ള മറുപടി സെലിംകുമാർ ജീവിച്ചിരിക്കുന്ന കാലത്തെ കൊടുത്തിട്ടാണ് പോയത്. അപ്പൊ പിന്നെ നമ്മളായിട്ട് അതിനെ കുറിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. മൂപ്പര് പറഞ്ഞ കാര്യങ്ങൾ എടുത്ത് കാണിക്കേണ്ട ഉത്തരവാദിത്തമേ നമുക്കുള്ളൂ. മൂപ്പരായിട്ട് എല്ലാം പറഞ്ഞു പോയ സ്ഥിതിക്ക് ഇനിയിപ്പോ നമ്മൾ എന്ത് പറയാനാണല്ലേ. എന്തായാലും സെലിംകുമാർ പറഞ്ഞ പോലെ തന്നെ ഈ കമ്മികൾ പാലിച്ചു എന്നുള്ളതാണ്. എന്തിനാണ് മക്കളെ നിങ്ങൾ ഇങ്ങനെ പറയിപ്പിക്കാൻ നടക്കുന്നത്? അല്ലെങ്കിലേ നിങ്ങളുടെ പാർട്ടിക്ക് ചീത്തപ്പേര് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിൽ കൂടെ വീണ്ടും പറയിപ്പിക്കാൻ നടക്കണം. ഇതിപ്പോ നിങ്ങളെ തെരുവിളി കാരണം സെലിംകുമാർ ജീവിച്ചിരുന്ന കാലത്ത് പറഞ്ഞതല്ല അച്ചട്ടായി മാറി. നല്ലതാണ് കമ്മികളെ, ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണം കേട്ടോ. എന്തായാലും കൊള്ളാം, കൂടുതലൊന്നും പറയാനില്ല. ഒരുത്തം മരിച്ചാൽ പോലും വെറുതെ വിടാതെ തെറി വിളിക്കുന്ന കുറെ രാഷ്ട്രീയക്കാർ ഒരു വശത്തും, മരണ വീട്ടിൽ വന്ന് സിവിക് സെൻസ് പോലും ഇല്ലാത്ത മീഡിയക്കാരും മറ്റൊരു വശത്തും, എല്ലാം ഒരു വണ്ടിക്കുള്ള ആൾക്കാരുണ്ട്. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണെന്ന് ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. പുറത്തൊരു ടോപ്പിക് വീണ്ടും കാണാം.